ഇന്ന് ബീഫും കായയും കൂടിയാണ് കറി വയ്ക്കാൻ പോകുന്നത്. ഇറച്ചിക്ക് വേണ്ട സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, കുറച്ച് ഗരം മസാല അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി അടുപ്പത്ത് വയ്ക്കും. എല്ലാ മസാലകളും ഇട്ട് നന്നായിട്ട് തിരുമ്മി ഒന്ന് യോജിപ്പിക്കാം. എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് അടച്ച് 4 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. കുക്കറിൽ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് കായയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. കായ 2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് കറിക്ക് ആവശ്യമായ സവാള, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, വേപ്പില, ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, കുരുമുളക് പൊടി. ചട്ടി നന്നായി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം വെളുത്തുള്ളി ചതക്കുക. വേപ്പില നന്നായിട്ട് വാങ്ങുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള വേഗം വാടും. സവാള നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. പൊടി ഇട്ടിട്ടുണ്ട്. 1.5 സ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചാൽ കായ ഇട്ട് കൊടുക്കാം. അടുത്ത് ബീഫ് കായയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫും കായയും കറി റെഡിയായിട്ടുണ്ട്.